ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ലണ്ടൻ വ്ളോഗ്. ഇന്ന് നമ്മൾ ലണ്ടനാണ് രാവിലെ പിടിക്കുന്നത്. പോകണോ വേണ്ടേ എന്നുള്ള പല കൺഫ്യൂഷൻസിനിടയിൽ രാത്രി ഒറ്റ മൈൻഡ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് നേരെ പിടിച്ചേക്കാന്ന് വിചാരിച്ചു. നമ്മൾ പോകാനുള്ള മെയിൻ കാരണം വേറൊന്നാണ്. റിജോയുടെ കസിൻ സച്ചുവിൻ്റെ വൈഫ് റിനിയും ലണ്ടനിൽ വരുന്നുണ്ട്. സോ അവരെ കാണുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം. അപ്പം നമ്മൾ ബസ്സിനാണ് പോകുന്നത്. ഇനിയപ്പോൾ ലണ്ടനിൽ ചെന്നിട്ട് കാണാം. ഗൈസ്, നമ്മളങ്ങനെ ലണ്ടൻ എത്തി. ഇനി എന്തേലും പോയി സാപ്പാടിന്റെ കാര്യം നോക്കട്ടെ, എന്നിട്ട് അടുത്ത ബാക്കി കാടിയ പരിപാടികളിലോട്ടൊക്കെ കടക്കാം. നല്ല നെയ് റോസ്റ്റും സാമ്പാറും കഴിക്കണമെന്നായിരുന്നു ഗൈസ് എൻ്റെ ആഗ്രഹം. അത് കിട്ടാത്തതുകൊണ്ട് ഈ ബ്രെഡ് മുട്ടയൊക്കെ കഴിച്ച് സംതൃപ്തിപ്പെടുകയാണ്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിറങ്ങി. ഇനി നമ്മൾ റിനീനെ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകണം. അതായത് റിജോയുടെ കസിൻ സച്ചുവിൻ്റെ വൈഫ്. ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണം. അപ്പോൾ നെക്സ്റ്റ് ലൊക്കേഷൻ അതാണ്. ഇപ്പം നമ്മളുള്ളത് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലാണ്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിൻ്റെ ഷോപ്സ് ഉണ്ട്. ഇത് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് പുള്ളാൻഡ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തിട്ട് ക്ലോസിങ് ടൈം ആണെന്നും പറഞ്ഞ് ട്രൈ ചെയ്യാതെ ഇറക്കി വിട്ട ബ്ലഡി ഫൂൾസാണ് അവർ. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുന്ന ടൈമിലാന്ന് തോന്നുന്നല്ലേ, എൻ്റെ ബർത്ത്ഡേക്ക് സെപ്റ്റംബറിൽ നമ്മൾ ഇവിടെ വന്ന് നല്ല രീതിയിൽ ഷോപ്പിംഗ് നടത്തി. ഇന്ന് പിന്നെ ഷോപ്പിംഗ് പ്ലാൻ ഒന്നുമില്ല. പിന്നെ റിജു എനിക്കൊരു ഷൂ ഓഫർ ചെയ്തിട്ടുണ്ട്. വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റാണ്, ഇതുവരെ വാങ്ങി തന്നിട്ടില്ല. റിജു മറന്നാലും ഞാൻ ഓർമ്മിപ്പിക്കണമല്ലോ, ഒരു ഭാര്യയുടെ കടമയല്ലേ ഇത്, അല്ലേ? ഫോണേ ഇവിടെ യൂസ് ചെയ്യാൻ എനിക്ക് നല്ല പേടിയാ. കയ്യിൽ നിന്ന് കാക്ക റാഞ്ചുന്ന പോലെ കൊണ്ടുപോകും. സോ ആരെങ്കിലും കൊണ്ടുപോയാൽ പിന്നെ വീഡിയോ ഇടാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. നമ്മളിത് അങ്ങനെ ഗിഫ്റ്റ് എല്ലാം വാങ്ങിച്ചു. ഇനി അടുത്ത ട്യൂബ് പിടിച്ച് അവരുടെ അടുത്തോട്ട് പോവുകയാണ്. അവർ ഓൾറെഡി അവിടെ റീച്ച് ആയിട്ടുണ്ട്. അവരിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നു. വീണ്ടും തെറ്റിയാ എളുപ്പ വഴി കൊണ്ടുപോകാന്ന് പറഞ്ഞ് 3 വട്ടം വഴി തെറ്റിച്ച് അരമണിക്കൂർ കൂടുതൽ എന്നെ നടത്തിച്ച്. ഞാനങ്ങാണ് ഒന്ന് മാപ്പിട്ട് തെറ്റിയ 500 പത്രം ഇറക്കും. ഇപ്പൊ ഒരു കുഴപ്പമില്ല, അത് അബദ്ധം പറ്റിയതല്ലേ. മനുഷ്യരാകുമ്പോ ചില തെറ്റുകളൊക്കെ പറ്റൂല. ബോണ്ട് സ്ട്രീറ്റിലല്ലേ, അപ്പൊ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഇപ്പൊ എത്തിക്കാന്ന് പറഞ്ഞതാ, ഇനി ഇവിടുന്ന് 7 മിനിറ്റ് നടക്കാനുണ്ടെന്ന്. അവരെ മീറ്റ് ചെയ്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. ബിക്കോസ് നമുക്ക് പോകേണ്ട സ്ഥലവും ഫുഡ് കഴിക്കേണ്ട സ്ഥലവും രണ്ട് ദിശയിലാണ്. സോ ഫുഡ് കഴിച്ചിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം കൂടെ കിട്ടും. നമ്മൾ ലഞ്ചെല്ലാം കഴിച്ചു. ഒരു സീ ഫുഡാണ് കഴിച്ചത്. അവിടെ നിന്ന് നമ്മൾ ബറോ മാർക്കറ്റിൽ പോവാണ് നല്ല സ്ട്രോബെറിയും ചോക്ലേറ്റും കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്താ അത്രയൊക്കെ തന്നെ.
ഇപ്പൊ വെതർ കുറച്ച് ബാഡായി തുടങ്ങി. നോട്ട് അത്ര ബാഡ്, പക്ഷെ ഒരു മൂടലുണ്ട്. മിക്കവാറും മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ലണ്ടൻ ബ്രിഡ്ജ് ഇവിടെയാണ്. അല്ലേലും എന്തേലും നല്ലൊരു ദിവസം വന്ന ഒരു കുരു മസ്റ്റായിട്ട് വരും. ഇവിടെ ഒരു 500-ന്റെ ബൾബിട്ട് ഒരെണ്ണം നിൽക്കുന്നുണ്ട്. ആകെ നാശമായി നിൽക്കുമായിരുന്നു. ഞാനൊരു പിമ്പിൾ പാച്ച് മേടിച്ചു ഒട്ടിച്ചു. ഇതിപ്പോ മറ്റേ പിള്ളേർക്കൊക്കെ മറുക് ഇട്ടതുപോലെ ഉണ്ട്, പക്ഷെ മറുക് വെളുത്തയായിപ്പോയെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. ഫോൺ ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് നല്ല നെഞ്ചിൽ ഇങ്ങനെ ഒരു ചെണ്ടമേളമുണ്ട്, പക്ഷെ ഉറക്കം പിടിച്ചിരിക്കുക, ആരും തട്ടിക്കൊണ്ടു പോകാതിരിക്കാൻ. നമ്മുടെ പുറകിൽ കാണുന്ന ലണ്ടൻ ബ്രിഡ്ജ്. ഞങ്ങളിവിടെ ഓൾറെഡി 1-2 വട്ടം വന്നിട്ടുള്ളതുകൊണ്ട് ഫോട്ടോസ് ഒന്നും എടുക്കാൻ നിൽക്കുന്നില്ല. കാരണം നമുക്ക് ഇന്ന് ബറോ മാർക്കറ്റും ക്യാംപ്ടൺ സ്ട്രീറ്റും കവർ ചെയ്യണം. റിനിക്ക് ഇന്ന് ബറോ മാർക്കറ്റിൽ നിന്ന് സ്ട്രോബെറി ആ ചോക്ലേറ്റ് ആ ഒരു സാധനം കഴിക്കണം. എനിക്കും കഴിക്കണം, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. നേരെ നേരെ നാളെ ഞാൻ മറ്റന്നാൾ പോകുന്നുണ്ട്. ഇവിടെ കുടിയൊന്നുണ്ട്. സൂപ്പർ മാരിയോ. സൂപ്പർ മാരിയോ ഞാൻ ഗെയിം കളിക്കുമായിരുന്നു. അത് ഭയങ്കര ഇഷ്ടം. അതിന്റെ സിനിമയുണ്ട് അടുത്ത സ്ഥലത്ത്. നമ്മളിത് ക്യാംപ്ടൺ മാർക്കറ്റിലോട്ട് പോകുകയാണ്. അവിടെ കുറേ ഷോപ്പിംഗ് ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു സ്റ്റോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. കഴിഞ്ഞ പോലെ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ മറ്റേ ഒറിജിനൽ അഡിബാസ് ഒക്കെ കിട്ടും. അഡിബാസിന്റെ ഒക്കെ കുറേ ഔട്ട്ലെറ്റ്സ് ഉണ്ട് ഇവിടെ. കണ്ടോ, എൻ്റെ പുറകിൽ ഫെറാറിയുടെ ഒറിജിനൽ ഉണ്ട്. ഇതാണ് ഒറിജിനൽ, മറ്റേത് ഡ്യൂപ്ലിക്കേറ്റ്. പിന്നെ അങ്ങനെ കുറേ ബ്രാൻഡഡ് ഗുച്ചി അതും ഇതും ഒക്കെ കിട്ടും, ഇഷ്ടം പോലെ കിട്ടും. പിന്നെ ഈ മാർക്കറ്റ് നല്ല കേട്ടോ. എനിക്ക് ബറോ മാർക്കറ്റിനെക്കാട്ടി കാണാൻ ഇഷ്ടം ക്യാംപ്ടൺ മാർക്കറ്റാണ്. കാണാനൊക്കെ അടിപൊളിയാണ്. പിന്നെ കുറെ ഫുഡ് സ്റ്റോൾസും ഒക്കെ ഉണ്ട്. അതെല്ലാം നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റി. കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ മറ്റേ ഫങ്കി ചിപ്സ് ഒക്കെ ട്രൈ ചെയ്തായിരുന്നു, നല്ലതായിരുന്നു. ഇവിടെ നല്ല തിരക്കാണ്, അതുകൊണ്ട് ഫോൺ അധികം യൂസ് ചെയ്യുന്നത് റിസ്ക് ആണ്. ഞാൻ ഇടയ്ക്ക് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത് ആഡ് ചെയ്യാം ഇതിൻ്റെ ഇടയിൽ. ഈ ഒരു ലണ്ടൻ ട്രിപ്പിനെ പറ്റി പറയുകയാണെങ്കിലുണ്ടല്ലോ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞില്ലേ വരണോ വേണ്ടിയോ എന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ലാസ്റ്റ് ആണ് എന്തായാലും പോകാൻ തീരുമാനിച്ചത്. ബട്ട് വന്നില്ലായിരുന്നെങ്കിലുണ്ടല്ലോ അത് ഭയങ്കര ഒരു മിസ്സിങ് ആയേനെ. ബിക്കോസ് ഈ ട്രിപ്പിന്റെ അവസാനം നമ്മൾ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ റിജു എന്നോട് പറഞ്ഞേ എവിടെയോ എന്തോ ഒരു വിഷമം, എന്തോ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്നത് അവരോട് ബൈ ഒക്കെ പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്. കാരണം നമ്മൾ അങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്തോ അങ്ങനെ പ്രോപ്പറായി പ്ലാൻ ചെയ്തോ എടുത്തൊരു ട്രിപ്പല്ല. ലാസ്റ്റ് മൊമെൻറ്റിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തായാലും പോകാമെന്നുള്ളൊരു ഡിസിഷൻ എടുത്തത്. അതെന്തായാലും നന്നായി കേട്ടോ. കാരണം എനിക്കും അങ്ങനെ ഇത് റിജോയുടെ കസിൻസ് ആണ് അല്ലെ ആ ഒരു ഫീലൊന്നും എനിക്കും ഉണ്ടായില്ല കേട്ടോ. ഞാനും നല്ല പോലെ അങ്ങ് എൻജോയ് ചെയ്തു. നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. ഇങ്ങനെ നമ്മുടെ ഗുഡ് മെമ്മറീസിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റിയ കുറച്ച് മെമ്മറീസ് കൂടി ഇവിടുന്ന് കിട്ടി. നോക്കിക്കോണേ എന്നെ, നമ്മളങ്ങനെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഓക്സ്ഫോർഡ് സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു ടോയ് ഷോപ്പ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഗസ്സല്ല ഇത്, ഇൻഫർമേഷൻ കറക്റ്റ് ആണെങ്കിൽ അത് വേൾഡിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ടോയ് ഷോപ്പാണ്. അവിടെ കുറേ കിടില സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു വലിയ ടെഡി ബെയറൊക്കെ അന്ന് ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുമായിട്ട് അവിടെ കൂടെ ഒന്ന് പോകാമെന്ന് ഓർത്തു.
നമുക്ക് റിട്ടേൺ ബസ് വരുന്നത് രാത്രി 9 മണിക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയാൽ വീഡിയോ എടുക്കാം. ഇവിടുന്ന് വാങ്ങിക്കാടി ടോയ്സ് കുട്ടിക്ക് കൊടുക്കാനായിട്ട് കേട്ടോ. Two attachments. One goes on there like that. That's connected by a magician's wire to the back of my ear. Then spin. It follows your head. So your head's left, it goes left, right, it goes right, round in a circle, it goes all the way around just like that. The best part, take this off and it goes on any lightweight items like cards, rings or coins. You stick it on a coin and you spin. There's no batteries, no power and no charging. You can levitate any of your items just like that. If you are interested, it's called the Zorbi. £26. Everything you need is inside of the box. There's more information on the back. ഗൈസ് 4,000 pounds, അതായത് നാട്ടിലെ ഏകദേശം above 4 lakhs. അത്രയും രൂപയുള്ള ഒരു ടെഡി ബെയർ കണ്ടാലോ? ഞാൻ കാണിച്ചു തരാവേ. നമ്മളൊക്കെ 100, 150, 500 ഒക്കെ അല്ലേ കണ്ടിട്ടും വാങ്ങിച്ചിട്ടും. 500 അല്ല, അതിൽ കൂടുതലൊക്കെ കണ്ടിട്ടുണ്ട്. ബട്ട് 4 ലക്ഷത്തിൻ്റെ ടെഡി ബെയർ ഞാൻ കണ്ടിട്ടുണ്ട്. കാണിച്ചു തരാം. അവനോട് അപ്പുറത്തൂടെ ഒന്ന് വിടാൻ പറഞ്ഞു. ചെറുതാക്കിട്ടോ സർക്കുലർ റൊട്ടേഷൻ ആണ്. അവനറിയുമ്പോൾ ശ്രദ്ധിച്ചില്ലേ? ഞാൻ എന്റെ നിതുക്കൂട്ടനും ഡൂക്കൂട്ടനും ഈ ഒരു ടോയ് വാങ്ങിച്ചു. ഇനി ഇത് അവന്മാരുടെ കൈ കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ആയിരിക്കും. അങ്ങോട്ടാണ് ഇനി ഇത് അവന്മാരെ കാണിച്ചൊന്ന് ഇളക്കണം. അങ്ങനെ ആ എയറോപ്ലെയിനൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ പോയത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ റിട്ടേൺ ബസ് വരുന്നത് രാത്രി 9 മണിക്കാണ്. സോ അതിന് മുമ്പ് ഫുഡെല്ലാം കഴിച്ച് നമുക്ക് ബസ് സ്റ്റേഷൻ പിടിക്കണം. ബസ് സ്റ്റേഷൻ ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റ്സ് നടക്കാനുണ്ട്. 20 to 30 മിനിറ്റ്സ് ഉണ്ട്. സമയം ഇപ്പോൾ 8 മണിയൊക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഈ വെളിച്ചം കാണുന്നത് ഇപ്പോൾ ഡേ ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുകൊണ്ടാണ്. നമ്മൾ ഫസ്റ്റ് പോയത് വെതർസ്പൂണിലാണ്. ബട്ട് അവിടെ ഏജ് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ID കാണിക്കാൻ പറഞ്ഞ് എൻ്റെ കയ്യിൽ ID ഇല്ലാത്തതുകൊണ്ട് അവർ നമ്മളെ തിരിച്ച് പറഞ്ഞു വിട്ടു. ഇനി വേറെ എന്തോ ഓപ്ഷൻ ഉണ്ടെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് നമ്മൾ ജോളിബി കണ്ടത്. എന്നാൽ പിന്നെ അവിടുന്ന് തന്നെ കഴിച്ചേക്കാന്നും പറഞ്ഞ് അവിടെ നമ്മൾ കയറി. അരമണിക്കൂറുണ്ടോ റിജോ? ഒരു 10 മിനിറ്റിൽ കഴിച്ചിറങ്ങണോ അല്ലേ? നമ്മളിത് അങ്ങനെ അവരോട് ബൈ ഒക്കെ പറഞ്ഞ് ലെസ്റ്റർ സ്ക്വയറിന്റെ മുമ്പിൽ നിന്ന് ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. ഇനിയപ്പോൾ ലെസ്റ്ററിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി വെറുതെ എടുത്ത് വലിച്ചു നീട്ടുന്നില്ല. ഇനി വേറെ ഏതെങ്കിലും ഒരു വ്ളോഗിൽ കാണാം. അപ്പോൾ ബൈ. ബൈ. ഓക്കെ ബൈ.